ഇന്ന് ആക്ച്വലി ഞാൻ അവർക്ക് എണീറ്റ് വന്നതേ ഉള്ളൂ. ഒരു 10 മണിയായി. നമുക്കൊരു കല്യാണമുണ്ട്. വർക്കല അമ്മയുടെ പഴയ ഓഫീസിൽ ഒരാളുടെ കല്യാണമാണ്. അപ്പം നമ്മളിന്ന് പോകും. ബിക്കോസ് ഇന്ന് സൺഡേ ആണ്. സോ നമ്മളിന്ന് പോകാമെന്ന് വിചാരിച്ചു. സോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഞാൻ ഹോൾ വീഡിയോ കാണിക്കാം എന്തൊക്കെ പ്രൊഡക്ട്സ് വാങ്ങിച്ചു എന്നുള്ളതിൻ്റെ. ബട്ട് ദ തിങ് ഈസ് എനിക്കൊരു സെപ്പറേറ്റ് ഹോൾ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യണോ ഐ ഡോണ്ട് നോ. എനിക്ക് തോന്നിയില്ല. സോ അതുകൊണ്ട് ഐ വിൽ ആഡ് മൈ ഹോൾ വീഡിയോ ടു ദിസ് വീഡിയോ സോ യു ക്യാൻ സീ വാട്ട് ഐ ബോട്ട്. പിന്നെ അത് മാത്രമല്ല ഞാൻ ഇപ്പോൾ എന്തായാലും മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഞാൻ എല്ലാം എന്താ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ പ്രൊഡക്ട്സൊന്നും കുറേ പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്യും. ഇതിൽ ഫാൻ കൂട്ടിയിടും. അത് വീഡിയോ എടുക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ആവും. ദാറ്റ്സ് വൈ. ബാക്ക്ഗ്രൗണ്ട് ഞാൻ എങ്ങനെ വെച്ചിട്ടും ശരിയാവില്ല. എന്തമ്മ വന്നത് കുറേ എന്തൊക്കെയോ നടന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഹോൾ വീഡിയോ ഇതിൽ തന്നെ കാണിക്കാം, പ്ലസ് മൈ മിനി റിവ്യൂ. സോ ദാറ്റ് സെപ്പറേറ്റ് ഒരു വീഡിയോ ആണ്. പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഫസ്റ്റ് തന്നെ ഉള്ളത് ഈ ഒരു കെമിസ്റ്റ് പ്ലേയുടെ ഈ ഒരു കോംബോ ആണ്. ദിസ് ഇസ് എൻ അണ്ടർആം റോളോ ആൻഡ് ദിസ് ഇസ് എ ബോഡി വാഷ്. ഇതും ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്നു. ദാറ്റ് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്കിൻ ഭയങ്കര 2-3 ഷെയ്ഡ്സ് ലൈറ്റ് ആകും. അങ്ങനെയൊക്കെയാണ് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടത്. ബട്ട് കുറേ വീഡിയോസിൽ ജെനുവിനായിട്ട് പറഞ്ഞു അങ്ങനെയൊന്നും പെട്ടെന്ന് ഉണ്ടാവില്ല. ഞാൻ മുടി അടിച്ചില്ല. എൻ്റെ മുഖം എനിക്ക് എന്തോ പോലെ തോന്നുന്നു കാണുമ്പോൾ. ഞാൻ എൻ്റെ ചുരിദാറൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. മേക്കപ്പ് ഇട്ടില്ല. ഇത് കഴിഞ്ഞ് നമ്മൾ മേക്കപ്പ് ഇടാം. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇത് ഞാൻ യൂസ് ചെയ്തെടുത്തോളം എനിക്ക് പറയാൻ റിസൾട്ട് ഉണ്ട്. പക്ഷേ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ബോട്ടിൽ എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിസിബിൾ റിസൾട്ട് വരുള്ളൂ. അണ്ടർആം റോളും നല്ല റിസൾട്ട് ഉണ്ട്. ബിക്കോസ് ഞാനത് എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ ആയി. ഓൾമോസ്റ്റ് പകുതി ഡേയും നൈറ്റും ഒക്കെ യൂസ് ചെയ്യും. ആൻഡ് ബോഡി വാഷ് ഞാനൊരു 5 times എന്തോ യൂസ് ചെയ്തുള്ളൂ. സോ എനിക്ക് ഒരുപാട് റിവ്യൂ പറയാനായിട്ട് പറ്റില്ല. ബട്ട് ഐ സ്റ്റിൽ വർക്കിംഗ്. അപ്പോൾ ഇതാണ് ഒരു പ്രൊഡക്റ്റ്. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചൊരു സാധനമാണ് ഈ വിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ റിവ്യൂ. ഇത് ഞാൻ ഒരു വട്ടം ഉപയോഗിച്ചിട്ടുള്ളൂ. ഇന്നും ഞാനിത് ഉപയോഗിക്കും. ഇത് പെട്ടെന്ന് അബ്സോർബായി പോകുന്നുണ്ട്. പിന്നെ എത്ര സൺ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല. അന്ന് ഞാൻ വെയിലത്ത് പോയില്ല. സോ ഐ ഡോണ്ട് നോ ഹൗ മച്ച് പ്രൊട്ടക്ഷൻ ഇസ് ദെയർ ഇൻ ഇറ്റ്. സോ അത് പെട്ടെന്ന് ഇടുന്ന് പറഞ്ഞു പോകാം. ഹിമാലയുടെ വെറ്റ് വൈപ്സ്. ഇനി ഏതെങ്കിലും പ്രൊഡക്റ്റ് ഞാൻ മിസ് ചെയ്തോന്ന് പറഞ്ഞുകൂടാ. കാരണം ഇതെല്ലാം പലതും പല സ്ഥലത്താണ്. ഞാൻ അതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഈ ഒരു പെട്ടിയിലോട്ട് ആക്കി വെച്ചതാണ്. ദെൻ ഇത് വന്ന് ഡോട്ട് ആൻഡ് കെയുടെ സിറം. ഇതെൻ്റെ 3ാമത്തെ ബോട്ടിലാണ്. അടിപൊളി പ്രൊഡക്റ്റാണ്. അതുകൊണ്ടാണ് വീണ്ടും വാങ്ങിച്ചത്. ആപ്സ് ഗുഡ്നെസ് ഓഫ് കോഴ്സ് വെരി ഗുഡ്. ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയത് ഓൾമോസ്റ്റ് ഇതുവരെ ആക്കി. ഹെയറിലൊക്കെ സ്പ്രേ ചെയ്തിട്ട് കിടന്നുറങ്ങും. അപ്പം അത് ലാക്മേയുടെ ഒരു കോമ്പാക്ട് SPF ഉള്ള കോമ്പാക്ട്. എൻ്റെ മിറർ അല്ല എൻ്റെ ട്രൈപോഡ് സെറ്റ് നിങ്ങൾ കാണും. ഓക്കെ. സോ ഇത് വാസ് മൈ നെയിൽ പോളിഷ്. നല്ല വെട്ടിയാലോ എന്ന് ഞാൻ ആലോചിക്കുക. ഭയങ്കര ലോങ് ആയിപ്പോയി. ഓക്കെ. ആൻഡ് ഐ വിൽ ഷോ യു എ ബെസ്റ്റ് കോംബോ. ഇതെല്ലാം ഓൾ ഓവർ ദ പിൻട്രസ്റ്റിൽ ഇതുണ്ട്. ഇത് വാസലിൻ്റെ കൊക്കോ ബോഡി മോയ്സ്ചറൈസർ പ്ലസ് ഈ ഒരു വാനില ട്വിസ്റ്റ് ഫ്രേഗ്രൻസ്. ഐ തിങ്ക് ഇത് തന്നെയാണോ കോംബോ? എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഇതിൻ്റെ വാനില ഉണ്ടോ ഐ ഡോണ്ട് നോ. ഞാൻ ഇതേപോലത്തെ 2 പടമാണ് കണ്ടത്. ഞാൻ ആ പിക്ക് വെച്ചിട്ട് മേടിച്ച പെർഫ്യൂംസാണ് ഇത് രണ്ടും ഭയങ്കര കോംബോ. ആൻഡ് ഇനി കോംബോ അല്ലെങ്കിൽ തന്നെ ഞാൻ ഇത് യൂസ് ചെയ്തപ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു. ഇത് രണ്ടും ഒരുമിച്ച് ഞാൻ ഒന്ന് കയ്യിൽ മോയ്സ്ചറൈസർ ഇട്ടിട്ട് അതിൻ്റെ മണ്ട അടിച്ച് നോക്കിയപ്പോൾ നല്ല സ്മെല്ലായിരുന്നു. ഇനി ബോഡിയിൽ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയില്ല. സോ ട്രൈ ചെയ്യാം. ഇത് നമ്മുടെ ഗ്ലൂട്ടാഹയ. ഇതും ഞാൻ 2 വട്ടം ഉപയോഗിച്ചു. അടിപൊളി, ഒന്നും പറയാനില്ല. പോയിൻറ്റ്സ് ഇത് വിട്ട് നമുക്കൊരു കളിയില്ല. ഇത് എൻ്റെ ഇതേപോലത്തെ വേറെ ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ അനിയൻ ഹോസ്റ്റലിൽ പോയത് അവൻ കൊണ്ടുപോയി. അവൻ സ്കിൻ കെയർ ഇല്ല, അവൻ സ്കിൻ കെയർ ചെയ്യണം എന്ന് പറഞ്ഞു. നമ്മൾ 3 ഓയിലി സ്കിൻ ടൈപ്പാണ്. സോ അതുകൊണ്ട് ഞാൻ വേറെ ഒരെണ്ണം ബാക്കപ്പ് മേടിച്ചു. ഇതുവരെ ഉപയോഗിച്ചില്ല, പൊട്ടിച്ചതുമില്ല. അപ്പോൾ വാസലിനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇത് ബാക്കപ്പ് വെച്ചു. ലിപ് പ്രൊഡക്ട്സ് അവസാനം കാണിച്ചു തരാം. നെക്സ്റ്റ് ഈ ഒരു ന്യൂട്രോജിന അൾട്രാ ഷിയർ. ഇത് ഭയങ്കര പെട്ടെന്ന് അബ്സോർബായി പോകും. നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഓൾറെഡി ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഫേസ് വാഷ് ചെയ്തിരിക്കുന്നതുകൊണ്ട് മുഖം ഭയങ്കര ഡ്രൈ ആയി ഒരുമാതിരി ഇരിക്കുന്നു. ആൻഡ് പല്ല് വെച്ചു, കാപ്പി ഒഴിച്ചു, ഫേസ് വാഷ് ചെയ്ത് വന്നിരിക്കുന്നു. ഒരു ലിപ് ബാം പോലും ഞാൻ ഇട്ടിട്ടില്ല. അതാണ് എൻ്റെ കോൺഫിഡൻസ്.
ആൻഡ് ദെൻ ഇറ്റ് കംസ് ടു ലിപ് പ്രൊഡക്റ്റ്. 2 ലിപ് ബാം ലിപ് ബാം എന്ന് പറയുമ്പോൾ ഒന്ന് ഗ്ലോസ് ബോസ് ലിപ് ബാം. ഫസ്റ്റ് ഇതാണ് ഡോട്ട് ആൻഡ് കീയുടെ ഗ്ലോസ് ബോസ് ലിപ് ബാം. കുറേ പേർക്ക് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയാം, ഞാനിത് കുറേ ആയി ഉപയോഗിക്കുന്നു. ഇതിൻ്റെ വാട്ടർമെലൺ ഉണ്ട്, വേറൊരു ഫ്ലേവർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ ഉള്ളത് ചെറി. ഇതിന് ആക്ച്വലി പോപ്പിൻസിൻ്റെ മണമാണ്, ലിറ്ററലി പോപ്പിൻസിൻ്റെ മണം. അതുണ്ട്. പിന്നെ സമയമില്ല, എന്നോട് 11 മണിക്ക് റെഡി ആവണം എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പം പറഞ്ഞ് 10:30 പോകണമെന്ന്. പെട്ടെന്ന് കാണിച്ച് വേഗം മേക്കപ്പ് ചെയ്യാം. ആൻഡ് ദെൻ ഈ ഒരു ഫോക്സ് സ്റ്റൈൽ ലിപ്പ്. ഇതാണ് ഞാൻ ഇന്നലെ ഇട്ടതും സ്റ്റിൽ ഇന്ന് രാവിലെ എണീറ്റ് വരെ എൻ്റെ വായിലുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഉറങ്ങുന്ന ഒരാളാണ്. ഓക്കെ, അത് മാത്രമല്ല ഇതിൻ്റെ മുഖം ഇതിൻ്റെ ഈ പാവയെല്ലാം ഇങ്ങനെ ഒട്ടിയിട്ടായിരിക്കും, എന്നിട്ടും ഇത് പോയിട്ട് നല്ല ലിപ്പാമെന്ന് തോന്നുന്നു. അതിന് കുറേ റിവ്യൂസ് ഞാൻ കണ്ടു. സോ മൂട്ടിയിരിക്കും. ഓക്കെ, അത് ദെൻ മാർസ് കാൻഡിലീഷ്യസ് ലിപ് ഗ്ലോസ്. ഒന്ന് ചെറി കോള ആൻഡ് ഒന്ന് ടോപ്പ് ഇറ്റ് വിരൽ. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് മേടിച്ചാൽ മതി, കാരണം രണ്ടും ഓൾമോസ്റ്റ് ലുക്സ് ലൈക്ക് എ സിമിലർ. പക്ഷെ ചെറിയ വ്യത്യാസം, ഡിഫറൻസ് അതേ. ബട്ട് ഐ ഫീൽ ലൈക്ക് നിങ്ങളൊരു ഡസ്കി ഡീപ്പർ ആണെങ്കിൽ ചെറിയ കോളൻ, മീഡിയം എൻ്റെ പോലത്തെ സ്കിൻ ടോൺ ആണെങ്കിൽ ഇതും മേടിച്ചാൽ ഇതും മീഡിയം സ്കിൻ ടോണ് ചെയ്യും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. തുറക്കാൻ എന്ത് ബുദ്ധിമുട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ അടിയിലായത് ചെറിയ കോള. പക്ഷെ ഒന്നും പറ്റിയില്ല. അതായത് ചെറിയ കോള കണ്ടോ. ദെൻ ടോപ്പ് ഇറ്റ് വിരൽ. ഇപ്പം നൈക്കിന് എന്തോ ഒരു സെയിൽ വരുന്നുണ്ട്. സോ നിങ്ങൾ അപ്പം ആഡ് ചെയ്ത് മേടിച്ചാൽ ഒരു 1 വീക്കിനുള്ളിൽ സെയിൽ വരും. സോ ഞാനിതെല്ലാം അതിന് മുന്നേ മേടിച്ചു. അത് എപ്പോഴും അങ്ങനെയാണ്. ഞാൻ കുറേ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിച്ച് കഴിയുമ്പോഴേക്കും സെയിൽ വരുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഇതാണ് ടോപ്പ് ഇറ്റ് വിരൽ. സോ ഇത് ചെറിയ കോള ആൻഡ് ടോപ്പ് ഇറ്റ് വിരൽ. കണ്ടോ, ഇതിൽ നല്ല റിസൾട്ട് അറിയാൻ പറ്റുന്നുണ്ടല്ലേ. എന്താ ഈ ഒരു ചെറിയ വ്യത്യാസം അതിനകത്ത് വരുന്നുള്ളൂ. എനിക്ക് വലിയ ഡിഫറൻസ് തോന്നിയില്ല. ചുണ്ടിൽ ഞാൻ ഇട്ട് നോക്കിയില്ല ഒരെണ്ണം. ചെറിയ കോള ഇതുവരെ ഇട്ടില്ല. സോ ഇട്ട് നോക്കിയിട്ട് പറയാൻ പറ്റും. ലിപ് പ്രൊഡക്റ്റ് കാണിക്കുമ്പോൾ ഒരു സാധനം കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ മേബ്ലിൻ്റെ ഐലൈനർ, ടാറ്റു ഐലൈനർ പൊട്ടിച്ചില്ല. നമുക്കിത് ഇന്ന് പൊട്ടിച്ച് വരച്ച് നോക്കാം. സോ അതാണ് ഞാൻ ഇന്നേ ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചത്. അപ്പം ഇന്ന് തന്നെ ഞാൻ യൂസും ചെയ്യും. സോ ഐ ക്യാൻ ഷോ ഇറ്റ് യു. 9 മിനിറ്റ് ആയല്ലേ. ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ പറയുമ്പോൾ ഞാൻ സംസാരിക്കുന്നില്ല. ഐ എം ജസ്റ്റ് ഞാനിവിടെ ഞാനൊരു മറ്റേ നമ്മുടെ എയർ ഇന്ത്യ അഹമ്മദാബാദിൻ്റെ അതിൻ്റെ ഒരു ഇത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പലരെയും വീഡിയോസ് കണ്ടുകൊണ്ട് എനിക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻ ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. സോ ഇപ്പോൾ ഞാൻ ഈ ബോയിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് ഐ വിൽ ഡു മൈ മേക്കപ്പ്, ഓർ അല്ലെങ്കിൽ മ്യൂസിക് ഇടും. ഐ വിൽ ഡു മൈ മേക്കപ്പ് ആൻഡ് ഐ വിൽ കം ബാക്ക്. ഞാൻ ഈ വീഡിയോ ഇവിടെ ഓൺ ചെയ്ത് വെച്ചേക്കാം, റെക്കോർഡ് ചെയ്യാം. ആക്ച്വലി ഞാൻ നല്ല ലേറ്റായി റെഡിയാവാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് 11 മണിക്ക് ഇറങ്ങാനാണ് പറഞ്ഞത്. പിന്നെ പെട്ടെന്ന് പറഞ്ഞു 10:30 ആകുമ്പോൾ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഓൾറെഡി വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് വന്നുകൊണ്ട് നല്ല താമസിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് മേക്കപ്പ് ഇടാൻ ലാസ്റ്റ് കുറേ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്താണ് ബേസിക്കായിട്ട് മോയ്സ്ചറൈസർ ഇടുക, സൺസ്ക്രീൻ ഇടുക, ലിപ് ബാം ഇടുക, ഇതൊക്കെ തന്നെയാണ് ബേസിക്. എൻ്റെ മേക്കപ്പ് എപ്പോഴും ബേസിക്കാണ്. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഫങ്ഷൻ അങ്ങനെ സ്പെഷ്യലായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം കുറച്ച് മാറ്റി ഒരുങ്ങി പോകും. അതായത് ഫൗണ്ടേഷനൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ. ഞാൻ എനിക്ക് കൺസീലർ പോലും അങ്ങനെ എപ്പോഴും ഇടുന്നത് ഞാൻ അതിനെ പ്രിഫർ ചെയ്യാറില്ല. ഐ ലൈക്ക് ടു എനിക്ക് ബെയർ ഫേസാണ് ഇഷ്ടം. എനിക്ക് ഓയിലി സ്കിൻ ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ എല്ലാം കൂടെ ഓക്സിഡൈസ് ആയി എനിക്ക് ദേഷ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓവർ മേക്കപ്പ് ഇടാറില്ല. ബട്ട് ഐ ലൈക്ക് ടു ഡു മേക്കപ്പ്. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാൻ കയ്യിലും നമ്മൾ സൺസ്ക്രീൻ ഇടണമല്ലോ. നിങ്ങൾ പിന്നെ എൻ്റെ വിഷ് കെയറിൻ്റെ അത് ട്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് പേര് പറഞ്ഞതുകൊണ്ട് അപ്പോൾ അതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ നമ്മൾ അത് ഇട്ടിരിക്കണം. അപ്പോൾ ഞാൻ കയ്യിലിട്ടപ്പോൾ കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഞാനിതിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കളയാണ്. എൻ്റെ നെയിൽസാണ് എന്താ ഭംഗി. പക്ഷെ ഞാനത് വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് പോവാണ്. ഫുൾ ഇല്ല, കുറച്ചെങ്കിലും. ബിക്കോസ് എനിക്ക് മനസ്സ് വരുന്നില്ല. ഐ ഡോണ്ട് നോ. കാരണം മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ബാക്കിൽ പാട്ടിട്ടേക്കുവാണ് ഇപ്പം. കാരണം എനിക്ക് ആ ഡോക്യുമെൻ്ററി നന്നായിട്ട് കാണാൻ പറ്റില്ല ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാട്ടിട്ടിട്ട് വേഗം ഒരുങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഓൾമോസ്റ്റ് പകുതി റെഡിയായപ്പോൾ തന്നെ അമ്മ അവിടെ നിന്ന് ഡോറിലിങ്ങനെ മുട്ടാണ്, റെഡിയായോ. ലാസ്റ്റ് അമ്മ അവിടെ വന്നിരുന്നു, നീ റെഡിയായിട്ട് ഇറങ്ങുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോയിലിടും. അപ്പം കുഴപ്പമില്ല, നല്ല ഇതിൻ്റെ റെഡിയാക്കിയിട്ട് ഇതാക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എന്തൊക്കെയോ വയറിട്ടു. കുറേ ബ്ലഷ്, ഐഷാഡോ, നോർമൽ. ഇപ്പോൾ ഈ വട്ടം ഞാൻ യൂഷ്വലി ഞാൻ ക്രീം ബ്ലഷാണ് ഇടുന്നത്. അപ്പോൾ ഈ വട്ടം ഞാൻ പൗഡർ ബ്ലഷ് ഇട്ടു. എന്നിട്ടൊരു പിങ്ക് ആൻഡ് ബ്രൗൺ മിക്സ് ചെയ്തിട്ട് കണ്ണിലിട്ടു. ഞാനാണെങ്കിൽ മിററിൽ പോലും നോക്കാതാണ് റെഡി ആവുന്നത്.
അപ്പോൾ എനിക്ക് അറിഞ്ഞൂടായിരുന്നു, എനിക്ക് എങ്ങനെയും ജസ്റ്റ് ഒന്ന് റെഡിയായി ഇറങ്ങണം. ഇവിടുന്ന് ഒരുപാട് ദൂരം ഇല്ല ആക്ച്വലി ആ ലൊക്കേഷനിലോട്ട്. ബട്ട് എനിക്ക് പ്രോപ്പർ സ്ഥലം എനിക്ക് മനസ്സിലായി, പേരൂർക്കടയാണെന്ന് തോന്നുന്നു. പേരൂർക്കട, അവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ കല്യാണം. അപ്പം ഇവിടുന്ന് വലിയ ദൂരമില്ല, പക്ഷെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ താമസിക്കും. ഒരു 12 മണിയൊക്കെ ആകുമ്പം തന്നെ എന്തോ നമ്മൾ കറക്റ്റ് 12-12:30 ഇടയിലായിരുന്നു കല്യാണം. നമ്മൾ 12 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്. സോ അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങണമായിരുന്നു. അതാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഐഷാഡോ ഇട്ടോട്ടിരിക്കുന്നു. ഇതൊരു ഐഷാഡോ ഇട്ട് കഴിഞ്ഞില്ല ഞാൻ. ഫുൾ ഞാൻ വെച്ച് വോയിസ് റെക്കോർഡ് മാക്സിമം ഇതാക്കിയത് കുറേ കാര്യങ്ങൾ പറയാൻ കാണും. അപ്പോൾ വോയിസ് റെക്കോർഡ് തികയില്ല എന്നും പറഞ്ഞിട്ടാണ് റെക്കോർഡ് ചെയ്യുമ്പോൾ കൂടുതൽ ഇതാക്കിയത്. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടും എൻ്റെ മേക്കപ്പ് കഴിഞ്ഞില്ല. കണ്ണ് ആക്ച്വലി നല്ല ഓവറായിരുന്നു. മറ്റേ ഇടിച്ചതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചൊക്കെ തുടച്ച് കളഞ്ഞു കാറിൽ പോയിട്ട്. അമ്മ പറഞ്ഞു മതി റെഡിയാവും, ബാക്കി നമുക്ക് കാറിൽ പോയിരുന്ന് റെഡിയാവാം. ഞാൻ ഒരുങ്ങിയിട്ട് വരും. അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും കാറിൽ ഇരുന്ന് ഒരുങ്ങും. എനിക്കിന്ന് കാറിൽ ഇരുന്ന് റെഡിയാവാനൊരു ഇതില്ല, കാരണം കണ്ണൊക്കെ എഴുതുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ പറഞ്ഞില്ല, ഞാൻ ഇന്ന് ഇവിടെ നിന്ന് റെഡിയായിട്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ ഹെയർ ആണെങ്കിലും അത്ര രസം ഓയിലില്ല, പക്ഷെ എന്നാലും ഒരു ഗുഡ് ഹെയർ ഡേ അല്ലായിരുന്നു ആക്ച്വലി അത്. അപ്പം ഞാൻ ബാക്കി കണ്ണ് ഞാൻ പോയി വേഗം എഴുതിയിട്ട് വന്നിട്ട് മസ്കാര ഇട്ട് കൊടുത്തു. പിന്നെ ലിപ് ലൈനർ ഐ തിങ്ക് ഞാൻ ഇത്ര വരെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി സമയത്ത് അമ്മ വേഗം താഴെ പോയി. അമ്മ പറഞ്ഞു കാർ എടുത്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും, വേഗം വരാനോ അങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതായിട്ട് പോയി. പക്ഷേ ആക്ച്വലി എനിക്കിന്ന് ലൈനർ വരച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഐഷാഡോ ആണ് കുറച്ച് ഓവറായിപ്പോയത്. ആൻഡ് ദിസ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എൻ്റെ ഫൈനൽ ലുക്ക്. മുടിയൊന്നും സെറ്റ് ചെയ്താൽ പെട്ടെന്ന് അഴിച്ചിട്ടിട്ട് പോയി. ആൻഡ് കുഞ്ഞൊരു കല്യാണമായിരുന്നു, കുഞ്ഞു ഓഡിറ്റോറിയം, പക്ഷെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ആക്ച്വലി. ആൻഡ് ഇതാണ് കല്യാണം. ഇത് അമ്മയുടെ ഓഫീസിൽ അമ്മയുടെ കൂടെ വർക്ക് ചെയ്ത ഒരാളുടെ കല്യാണമായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ സദ്യയൊക്കെ കഴിച്ചിട്ട് നേരെ വന്നു. പിന്നെ എനിക്ക് കാര്യമായിട്ടൊന്നും അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അത്രയായിരുന്നു എൻ്റെ ഒരു സൺഡേ. പിന്നെ വന്നു, ഫുഡ് കഴിച്ചു, കിടന്നുറങ്ങി. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.